നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ചെമ്മഴന്തി ആനന്ദേശ്വരത്തിനടുത്താണെന്ന് പുലർച്ചെ മുതൽ തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. 6 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഗോകുൽനാഥ് വിവരങ്ങളുമായി. ഗോകുൽനാഥ്, തെരുവുനായ ആക്രമണത്തിന്റെ പുതിയ വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. എത്ര പേർക്ക് പരിക്കേറ്റിരിക്കുന്നു? അവരുടെയൊക്കെ നില എങ്ങനെയാണ്? ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിൽ പലപ്പോഴായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് തെരുവുനായകളുടെ ആക്രമണം. അത് സമാന രീതിയിൽ തന്നെ വീണ്ടും ഒരു തെരുവുനായ നിരവധി ആളുകളെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ 6ഓളം പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഏതായാലും അവർ തന്നെ പറയുന്നുണ്ട് തെരുവുനായ മറ്റാളുകളെയും കടിച്ചു ആക്രമിച്ചു എന്നുള്ള വാർത്ത കൂടി പറയുന്നുണ്ട്. കൈക്കാണ് മുൻപേറ്റത്. എങ്ങനെയാണ് സംഭവം? ബൈക്കിൽ വരികയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഫ്രണ്ടിൽ നേരെ വന്ന അത് എടുത്ത് ചാടുകയാണ് ചെയ്തത്. ചാടി കയ്യിൽ കടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സംഭവിച്ചു. അല്ലല്ല, ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോനാണ്. പുള്ളിയുടെ കാലിലും കടിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് രാവിലെ പാല് വാങ്ങിക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ബാക്കിലേ പോയിട്ട് അത് കടിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളെ ഏതായാലും കുട്ടികൾക്കടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുറച്ചേറെ ആളുകൾ ഇപ്പോൾ പാങ്ങപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ 6 പേരാണ് ഇപ്പോൾ ഇഞ്ചക്ഷനും മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ട് ചികിത്സ തേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. എങ്ങനെയായിട്ട് നമ്മളെ തൊട്ടയലോകത്തുള്ള ഒരു പട്ടിയാണ്, ഒരു കറുത്ത പട്ടി. ഇത് സാധാരണ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അടുത്തൂടെ പോകും സാധാരണ കളിക്കാറൊന്നുമില്ല. ഇതൊന്ന് പ്രത്യേകിച്ച് 6-7 പേരെ ഒരുമിച്ച് കടിച്ചിരിക്കുക. ആദ്യം ഉള്ളതായിട്ട് സംശയിക്കുന്നുണ്ട്. നാവിന്ന് വെള്ളം ഇറ്റിട്ട് വീഴുന്നുണ്ട്. അധികൃതരെയൊക്കെ അറിയിച്ചിരുന്നോ? എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇപ്പം പോലീസ് വരുന്ന പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞ് പോലീസ് അവിടെ എത്താറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിടിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കോർപ്പറേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴിന്ന് ഹർത്താലിൻ്റെതായതുകൊണ്ട് അവർ ശ്രമിച്ചു നോക്കാം എന്നുള്ളത് പറയുന്നുള്ളൂ. സാരമായ പരിക്ക് ആർക്കുമില്ല, പക്ഷെ എന്നാൽ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് നല്ല സാധനമെന്ന് വെച്ചാൽ അത് നല്ല ഇതാണ്, വലിയ ഇതാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളതും നല്ല ഇതാണ്. എൻ്റെ കൈ കടിച്ച് കുടയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നല്ലതാണ്. എനിക്ക് നല്ല വേദനയുണ്ട്. അപ്പം തെരുവുനായ മറ്റു തെരുവുനായകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ തന്നെയാണ് ഈ ചെമ്പഴന്തി നിവാസികൾ കടന്നു പോകുന്നത്. ആനന്ദേശ്വരത്ത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ പലപ്പോഴായി തെരുവുനായ പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ തന്നെ അധികാരികൾ കൃത്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല. കൈക്കൊണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും